ഞാൻ എവിടെയാ? നീ ഇപ്പോൾ ആത്മാവ്. ആത്മാവ്? അതെ, ആത്മാവ്. നിനക്ക് എന്നെ മനസ്സിലായോ? ഇല്ല. എന്നെ നീയാണ് കൊന്നത്. നീ എന്തെങ്കിലും കഴിക്ക്, ഞാൻ അച്ഛനോട് സംസാരിക്കാം. അവിടെ എന്താ പ്രശ്നം? ഇവൻ എപ്പോഴും പരാതിയാ, നമ്മൾ അവന്റെ ആഗ്രഹത്തിനൊന്നും വാങ്ങിക്കൊടുക്കുന്നില്ല എന്ന്. അവനെ ഇത്രയും വളർത്തിയില്ലേ, അതുപോലെ മറ്റുള്ളവരുടെ വീട്ടിൽ പോയി നോക്ക്, എന്തൊക്കെയാ വാങ്ങിക്കൊടുക്കണേന്ന് ചെന്ന് നോക്ക്. അതിനിപ്പോ ഇവിടെ എന്താ പ്രശ്നം? അവനൊരു ബൈക്ക് വാങ്ങിച്ചു കൊടുക്കാൻ. ഇനി അതിന്റെ ഒരു കുറവ് ഉള്ളൂ. ഇത്രയും വളർന്നില്ലേ, ഞാൻ സ്വന്തമായിട്ട് ഒരെണ്ണം വാങ്ങിച്ചൂടി. ഇങ്ങനെ ഒരു തന്തേനാണല്ലോ എനിക്ക് കിട്ടിയത്. മിണ്ടാതിരിയടാ. തലയ്ക്ക് ഭ്രാന്ത് പിടിക്കുന്നു. എന്റെ എന്ത് ആഗ്രഹം നിങ്ങൾ സാധിച്ചു തന്നിട്ടുള്ളത്? നീ ഇതുവരെ എത്തിയില്ലേ, കഷ്ടം. എല്ലായിടത്തും അവർ ആഗ്രഹം സാധിച്ചു കൊടുക്കുന്ന ഒരു അച്ഛനമ്മമാരാണ്. ഞാൻ എങ്ങോട്ടേലും പോകണം. എന്റെ അടുത്ത് ഇവിടെ ആർക്കും ഒരു സ്നേഹമില്ല. അവന്റെ ആഗ്രഹമല്ലേ, അവൻ നമുക്കൊരു മോനല്ലേ ഉള്ളൂ, ഒന്ന് വാങ്ങിക്കൊടുക്ക്. നീ ഒരുത്തിയാണ് അവനെ ഇത്രയും വഷളാകുന്നത്. ഓ, അത് പറഞ്ഞപ്പോ തീർന്നല്ലോ. പതുക്കെയൊക്കെ ഓട്ടിക്കാൻ പറയണം. അത് നിങ്ങളങ്ങ് പറഞ്ഞാ പോരെ. കുറേ എണ്ണം ഉണ്ട് ഞരമ്പ് രോഗികൾ. അയ്യേ, നാണക്കേട്, ഞാൻ പോകുന്നു. ഇവൻ അറിയാമോ? പുതിയ സൂപ്പർ സ്റ്റാറാ പോകുന്നത്. ചേട്ടാ, നമ്മളെ കാര്യം കൂടെ ഒന്ന് പരിഗണിക്കണേ. മോളെ, പെണ്ണിത് എവിടെ പോയി മോളെ? വരുന്നു. ആ. എന്താ അച്ഛാ, ഇന്ന് ജോലിയൊന്നും ഇല്ലായിരുന്നോ? ഇപ്പോ ആർക്കും എന്നെ വേണ്ട മോളെ. ഞാൻ വയസ്സായില്ലേ മോളെ, പഴയതുപോലെ വയ്യ. ഒന്നും പറ്റുന്നില്ല മോളെ. നിന്റെ അമ്മ ഉണ്ടായിരുന്നെങ്കിൽ. എന്താ അച്ഛാ ഇപ്പൊ ഇങ്ങനൊരു തോന്നലിന് കാര്യം? അച്ഛന് ഞാൻ ഇല്ലേ അച്ഛാ? അച്ഛന്റെ മോളില്ലേ? മോളെ, നിന്നെ ആരുടെയെങ്കിലും കയ്യിൽ ഏൽപ്പിച്ചിരുന്നെങ്കിൽ എനിക്ക് സമാധാനമായനെ. ഒരു അസുഖകാരിയായ എന്നെ ആരാച്ചാ? എന്താ അച്ഛൻ ഇപ്പൊ ഇങ്ങനൊരു തോന്നലിന് കാര്യം? എൻ്റെ പൊന്നു മോളെ, അച്ഛൻ എന്തോ വരാൻ പോകുന്ന പോലെ ഒരു തോന്നൽ. ഒന്നുമില്ല അച്ഛാ, ദൈവം നമ്മുടെ പ്രാർത്ഥന കേൾക്കും. മോളെ, സഞ്ചി എടുത്തോണ്ട് വാ മോളെ, അച്ഛൻ എന്തേലും മേടിച്ചോണ്ട് വരാം. ദേ വരുന്നച്ചാ. ഓ, വേഗം വാ. ഈ സഞ്ചി മതിയോ? ഇത് മതി മക്കളെ. ശരി അച്ഛാ, പോയിട്ട് വാ.
മോളെ നീ പറഞ്ഞ പോലെ ദൈവം നമ്മളെ കാക്കും നോക്കി പോയിട്ട് വാ അച്ഛാ. അച്ഛൻ വേഗം വരാം. എവിടെയാ നീ? ഞാൻ പുതിയ ബൈക്ക് വാങ്ങിച്ചു, കാണണ്ടേ എനക്ക്? പിന്നെ എനിക്ക് കാണണ്ടേ? ഞാൻ എത്ര സമയമായിട്ട് കാത്തു നിൽക്കുന്നറിയോ? എടി ഒരു 5 മിനിറ്റ് അവിടേക്ക്, ഞാൻ എന്താ വരുന്നു, ഞാൻ എത്തി. നല്ല വേണം തന്നെയല്ല. ആ സാധനം മോശമാണെങ്കിൽ ഞാനീ കൊണ്ടുവരുവേ. ആ ഞാൻ എവിടെയാ? നീ ഇപ്പോൾ ആത്മാവ്. ആത്മാവ്? അതെ, ആത്മാവ്. നിനക്ക് എന്നെ മനസ്സിലായോ? ഇല്ല. എന്നെ നീയാണ് കൊന്നത്. നിന്റെ ബൈക്കിടിച്ചാണ് ഞാൻ മരിച്ചത്. എന്റെ പൊന്നുമോളെ നീ ഒറ്റയ്ക്കാക്കി. അവക്കിനി ആരുണ്ട്? എനിക്ക് പോണം, എനിക്ക് എൻ്റെ അമ്മയൊന്ന് കാണണം. എങ്ങനെയാ നീ പോകുന്നേ? നീ ഇപ്പോൾ ആത്മാവായില്ലേ? ഇനി നിനക്ക് തിരിച്ചു പോകാൻ കഴിയില്ല. ആട്ടെ, നിനക്ക് അച്ഛനെ കാണണ്ടേ? എനിക്ക് അച്ഛനെ കാണണ്ട, എനിക്ക് എൻ്റെ അമ്മയെ കണ്ടാൽ മതി. മാതാപിതാക്കൾ കഷ്ടപ്പെടാൻ ജനിച്ചവരാണല്ലോ. നീ ഭൂമിയിൽ ഒരു ചിത്രശലഭം പോലെയായിരുന്നു. ഒന്നിനും ഒരു കുറവ് വരുത്താൻ അവർ സമ്മതിച്ചിരുന്നില്ല. ഭൂമിയിലെ സ്വർഗം നിനക്ക് കൊതി തീരെ കാണാൻ നിന്റെ അഹങ്കാരം അതിനനുവദിച്ചിരുന്നില്ല. ആ, നിന്റെ അച്ഛൻ്റെ അവസ്ഥ അതല്ല. നീ കണ്ണടച്ച് കാണും. എൻ്റെ പൊന്നു മോനെ സ്നേഹിച്ച പോലെ ഞാൻ ആരെയും സ്നേഹിച്ചിട്ടില്ല. അവൻ്റെ ദേഷ്യം പോലും ഞാൻ കണ്ടില്ലെന്നേ നടിച്ചിട്ടുള്ളൂ. അവൻ പോയില്ലേ ഇനി? ഞാൻ ഒരുപാട് സ്വപ്നം കണ്ടിട്ടുണ്ട്. അവനൊരു ജോലി, അവൻ്റെ കല്യാണം, അവൻ്റെ ബൈക്കിൻ്റെ പുറകിലിരുന്നുള്ളൊരു യാത്ര. എൻ്റെ പൊന്നു മോനെ. എനിക്ക് തിരിച്ചു പോകാൻ പറ്റുമോ? എൻ്റെ അച്ഛനെ കെട്ടിപ്പിടിച്ചൊരു ക്ഷമ പറയാൻ. എൻ്റെ അച്ഛൻ എന്നെ ഇത്രയും സ്നേഹിച്ചിരുന്നു. ആ അച്ഛൻ്റെ സ്നേഹം നീ മനസ്സിലാക്കാതെ പോയി. നീ മാത്രമല്ല, നഷ്ടപ്പെടുമ്പോൾ മാത്രമേ അതിൻ്റെ ആഴം എല്ലാവർക്കും മനസ്സിലാകൂ. എനിക്കിവിടെ ശ്വാസം കിട്ടുന്നില്ല. എങ്ങനെ ഒരു 5 മിനിറ്റ് എനിക്ക് തിരിച്ചു പോകാൻ പറ്റുമോ? അതിന് നീ ആത്മാവല്ലേ, എങ്ങനെ തിരിച്ചു പോകും? ഇനി ഭൂമിയിലേക്ക് നിനക്കൊരു മടക്ക യാത്രയില്ല. നീ ആരാ? ഞാൻ അനൂപ്. നീ എങ്ങനെ ആത്മാവായി? നിന്നെക്കുറിച്ച് എന്തൊക്കെയാ ഫേസ്ബുക്കിൽ കാണുന്നത്? നിന്നെക്കുറിച്ചാണല്ലോ ഫേസ്ബുക്കിൽ അത്രയും. എന്താണ് സത്യാവസ്ഥ? എനിക്കറിയില്ലടാ, എനിക്കൊന്നും അറിയില്ലടാ എനിക്ക്. ഫേസ്ബുക്ക് നിറയെ നീയാണല്ലോടാ. ഇപ്പൊ വൈറലായല്ലോ. നീ ഒന്ന് സമാധാനപ്പെടും. ശരിയടാ.
എന്താ മോനെ വാതിലടച്ച് അകത്തിരിക്കുന്നത്? അമ്മേ, അമ്മ ഒരു സ്ത്രീയല്ലേ? അമ്മ ഒരു സ്ത്രീ ആയതുകൊണ്ട് എൻ്റെ അമ്മ അല്ലാതിരിക്കൂ? അപ്പോൾ ആത്മഹത്യയാണല്ലേ? ആത്മഹത്യ ഒന്നിനും ഒരു പരിഹാരമല്ല. ഈ ഭൂമിയിൽ ജീവിക്കാനുള്ള അവസരം അവസാനിപ്പിച്ചു കളഞ്ഞു അല്ലേ? കഷ്ടം. സ്ത്രീയാൽ ജനിച്ചു, സ്ത്രീയാൽ അപമാനിക്കപ്പെട്ടു. ഞാൻ എന്തു ചെയ്യാം? എൻ്റെ സ്വപ്നം തകർന്നു. ഒരുപാട് സ്വപ്നമുണ്ടായിരുന്നു. അയ്യോ, എനിക്കൊന്നും പറയാൻ വയ്യ. സ്വർഗമായ ഭൂമിയിൽ ഒരു ദിവസമെങ്കിലും എനിക്കൊന്ന് പോകാൻ പറ്റുമോ? പറ്റില്ല അല്ലേ? നിങ്ങൾ പറയുന്നത് ശരിയാണ്. എങ്കിലും നിങ്ങൾ ചെയ്തത് ഒരു പരിഹാരമല്ല. ശരിയാണ്. ഒരു നിമിഷം എൻ്റെ കൂട്ടുകാരെൻ്റെ അടുത്തുണ്ടായിരുന്നെങ്കിൽ ഇങ്ങനെയൊന്നും സംഭവിക്കില്ലായിരുന്നു. ഒരു നിമിഷത്തെ ചിന്ത എന്നിൽ നിന്നും അകന്നു പോകുമായിരുന്നു. എനിക്കിവിടെ നിന്ന് പോകാൻ സമയമായി. ഇനി എൻ്റെ പൊന്നുമോൾ ഓർമ്മയിലില്ല, എൻ്റെ ആരും ഓർമ്മയിലില്ല. ഞാൻ പോകുന്നു. എൻ്റെ കർമ്മവും അവിടെ തുടങ്ങി. ഞാൻ പോട്ടെ. എന്തൊക്കെ സ്വപ്നം കണ്ടവരാണ് നമ്മൾ. ഒരുപാട് മതം, ഒരുപാട് ദൈവം. പക്ഷേ ഒരു ശ്വാസം മുട്ടൽ വന്നപ്പോൾ അത് പരിഹരിക്കാൻ ഭൂമിയിലെ മാലാഖമാർക്ക് പോലും പറ്റിയില്ല. നിങ്ങൾക്കും ഭൂമിയിൽ പോകണമെന്ന ആഗ്രഹമുണ്ടല്ലേ? എല്ലാം മറന്ന് എങ്ങോട്ടോ പോകേണ്ടവരാണ് നമ്മൾ. ആഗ്രഹമുണ്ട്, പക്ഷേ ഭാര്യയും മക്കളെയും കാണണമെന്ന് ആഗ്രഹമുണ്ടല്ലേ? ആർക്കാണ് മക്കളെ കാണാൻ ആഗ്രഹമില്ലാത്തത്? അതല്ല, എനിക്ക് തിരിച്ചു പോകാൻ ഒരവസരം കിട്ടിയാൽ എല്ലാവരോടും വിളിച്ച് പറയണം, മരിച്ചാൽ നമ്മൾ വെറും ആത്മാവ് മാത്രമാണ്. അപ്പോൾ നമ്മളെല്ലാം മറക്കാൻ പോകുന്നു. എൻ്റെ അച്ഛൻ, എൻ്റെ അമ്മ, എല്ലാം എൻ്റെ ഓർമ്മയിൽ പോലും ഉണ്ടാവില്ല അല്ലേ? എനിക്ക് ഗെയിം കളിക്കാൻ അമ്മ ഫോൺ തന്നില്ല, അതുകൊണ്ട് അമ്മയൊന്ന് പറ്റിച്ചതാ. എൻ്റെ ഓർമ്മകൾ മാഞ്ഞു പോകുന്നു. എൻ്റെ ഓർമ്മകൾ ഓരോന്നായി നഷ്ടപ്പെടുന്നു. ഞാൻ എവിടെയോ പോകുന്നു. കുഞ്ഞ്, ഞാൻ പോകുന്നു. ഒരു കാര്യം കൂടെ പറഞ്ഞിട്ട് പോകും. ഞാൻ എവിടെയാ നിൽക്കുന്നത്? നീ ഒരാത്മാവാണ്. എല്ലാം മറന്നു പോകുന്ന ഒരാത്മാവാണ്. ആത്മാവ്, വെറും ആത്മാവ്. രക്ഷയാണോ അവിവേകമെന്നതോ കാലമേ നീ ചൊല്ലില്ല. സത്യമോ മിഥ്യയോ അറിയുവാൻ കാത്തിരിപ്പൂ, അറിയുവാൻ കാത്തിരിപ്പൂ.